ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് കേട്ടോ. ഒരു വീട്ടമ്മയുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മുടെ വീഡിയോയിൽ കൂടുതലായിട്ടും ഉണ്ടാവുക. വൈകുന്നേരം മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. പക്ഷേ ഒറ്റ എണ്ണത്തിന് ഇറങ്ങില്ല കേട്ടോ. അവർക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. പിന്നെ ഇതാ മകൻ പോയി നൂഡിൽസ് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പം ഞാൻ പിന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നൂഡിൽസൊക്കെ വേഗം വെച്ചിട്ട് ഞാൻ എൻ്റേതായ പണിക്ക് പോകും. അലക്കൽ, നനയ്ക്കൽ, അയ്യോ ഇല്ലാത്ത പണിയൊന്നും ഇല്ലല്ലോ. വൈകുന്നേരം മുറ്റമടിക്കൽ എല്ലാം നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുമൊന്ന് നോക്കണം കേട്ടോ. പിന്നെ എല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചിട്ട് പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും, ഇളക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ ഏകദേശം ഒരു സമയം എത്ര നേരം കൊണ്ട് ഇത് വേകുമെന്ന്. ഇതൊന്നും ശരീരത്തിന് അത്ര നല്ലതല്ലാന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കേട്ടോ. നമ്മുടെയൊക്കെ കാലത്ത് ചക്കയും കപ്പയൊക്കെ മതിയായിരുന്നല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ നൂഡിൽസ്, ബർഗർ ഈ വക സാധനങ്ങളാണല്ലോ പറ്റുള്ളൂ. ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എൻ്റേതായ പണിക്ക് പോയിട്ട് അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കറി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി കിടന്നപ്പോഴാണ് നമ്മുടെ പപ്പായ മരത്തിൽ നിറച്ചിതാ പപ്പായൊക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ട് പിന്നെ ഒരെണ്ണം അങ്ങ് കുത്തി അങ്ങ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതും നമുക്ക് എനിക്കും എൻ്റെ കെട്ടിയവനും മാത്രം മതി. വീട്ടിൽ 2 പിള്ളേരും തിന്നില്ല കേട്ടോ. രണ്ടെണ്ണത്തിന് ഇതൊന്നും കാണുന്ന പോലും ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കപ്പളങ്ങ എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ കാന്താരിക്കുട്ടൻ്റെ അകത്ത് നിറയെ കാന്താരി മുളക് പഴുത്തും മൂത്തും ഒക്കെ നിൽക്കുന്നത് കണ്ടത്. പിന്നെ കുറച്ചൊക്കെ അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാന്താരി കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ കാന്താരി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കാന്താരിയാണ് വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം ഒരു 5-5:30 ആയിട്ട് ഈ സമയത്ത് ഭയങ്കര കൊതുകാണ്. നിന്നിട്ട് നിൽക്കാൻ പറ്റാനില്ല. ഞാൻ പിന്നെ കയറി ഓടുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ കുത്തിയെടുത്ത പപ്പായ ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. മുറ്റത്തെ ടാപ്പിൽ കുറേ മണ്ണൊക്കെ പറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് പെരയ്ക്കകത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വാലേ 2 വന്ന് നിൽപ്പുണ്ടായിരുന്നു. വിശക്കുക എന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാനൊരു മുട്ട വീതം വെച്ച് 4 മുട്ട പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 4 പേർക്ക് കൂടി 4 മുട്ട പുഴുങ്ങി. എന്നിട്ട് മുട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കപ്പളങ്ങ തോരൻ വെക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഇത് നമ്മൾ പകുതിയാണ് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ 2 മക്കൾക്കും ഇതൊന്നും ഇറങ്ങില്ല. അപ്പം നമുക്ക് എനിക്കും എൻ്റെ കെട്ടിയതിനുള്ളത് മാത്രം മതിയല്ലോ. അപ്പോൾ വെറുതെ ഉണ്ടാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാനിതൊക്കെ ചെത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് ഇന്ന് ഇതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതേന്ന് പറയുമ്പോഴത്തേക്കും മുഖമൊക്കെ മാറും കേട്ടോ രണ്ടിൻ്റെയും. പിന്നെ രാവിലെ കുറച്ച് കിളിമീൻ നല്ലത് കിട്ടിയായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ വറുത്ത് വെച്ചു. പിന്നെ നമുക്കുള്ളത്, അതായത് എനിക്കും എൻ്റെ കെട്ടിയവനുള്ളത് ഞാനാണെങ്കിൽ കറിയും വെക്കുകയാണ് ചെയ്തത് കേട്ടോ. പിള്ളേർക്ക് പിന്നെ വറക്കണമൊക്കെയാണ് പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് അതുണ്ട്. പിന്നെ രാവിലെ സാമ്പാർ വെച്ചായിരുന്നു, അതുണ്ട്. അപ്പോൾ അത് രണ്ടും കൂട്ടി കഴിച്ചോളും. ഇത് നമുക്ക് മാത്രം മതി കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ അരിഞ്ഞ് വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ അമ്മയുടെയൊക്കെ പുറകെ നടത്തിയിട്ട് ഇങ്ങനെ പറക്കി പറക്കി തിന്നുമായിരുന്നേ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും വേണ്ട. പഴം കൊടുത്താലും ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പഴമാണെങ്കിൽ പിന്നെയും ഒരു ചെറിയ പീസൊക്കെ കഴിക്കും. പക്ഷേ ഇതിൻ്റെ കറി, തോരൻ ഒന്നും ഇവർക്ക് പറ്റില്ല. എന്നിട്ട് ഞാൻ അരപ്പൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചേക്കുകയാണ്. ഇത് പെട്ടെന്നാവുമല്ലോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുണ്ട് ഈ വക സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അരപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒരു വെള്ളമുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. അതാണ് ഒരു പ്രശ്നമുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സാധാരണ ഒരു വീട്ടമ്മയുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും ഉണ്ടാകുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.